ദിയ കൃഷ്ണയുടെ കേസ് തുടങ്ങി 4 ദിവസം ആകുമ്പോഴേക്കും മുഖ്യമന്ത്രി എത്ര മഹോന്നതനാണ്, മുഖ്യമന്ത്രിയോട് ഇടപെടുന്നവർക്കെല്ലാം നീതി ലഭിക്കുന്നു, കേരള പോലീസ് സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇപ്പോ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നാൽ ഈ മാധ്യമങ്ങളും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രിയുടെ തന്നെ കയ്യിലിരിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് വലിയൊരു കഥകളി ഇതിന്റെ പുറകിൽ പ്ലാൻ ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയും അതുപോലെ ഈ കേസിന്റെ ഇരകളായിരുന്ന ആ കുടുംബത്തിന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കവുമാണ് അതെല്ലാം പൊളിച്ചത്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ആരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആ കഥകളിയെ കുറിച്ചാണ്. വാർത്ത പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സംഭാവനയുടെ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ റീസൺ കൂടി ഒരിക്കൽ കൂടി വ്യക്തമായി പറഞ്ഞേക്കാം. എല്ലാ വീഡിയോയിലും പറയാത്തത് കൊണ്ട് തന്നെ പുതിയതായി ചിലപ്പോൾ ആ വീഡിയോ മാത്രം കാണുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിശദീകരിക്കാൻ നിൽക്കുന്നത്. നല്ല രീതിയിൽ റിപ്പോർട്ട് അടിച്ച് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കുറെ പേര് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് വിഭാഗക്കാരാണ് പാർട്ടിക്കാരാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം കരുതാൻ. മോണിറ്റൈസേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ വേറെ വരുമാന മാർഗമൊന്നുമില്ല. ആകെ ജോലി എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ഈ ജോലി തന്നെയാണ്. വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പൊ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്കും താല്പര്യമുണ്ട് എന്ന ഒരു വിശ്വാസത്തിന്മേലാണ് കോൺട്രിബ്യൂഷൻസ് ചോദിക്കുന്നത്. കോൺട്രിബ്യൂഷൻസ് ഫിനാൻഷ്യലി തരാൻ പറ്റുന്നവർ അങ്ങനെയും, ഇനി അല്ലാത്ത ആളുകൾക്ക് വീഡിയോ കണ്ടും ലൈക്ക് അടിച്ചും കമന്റ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പരസ്യത്തിന്റെ കാര്യം ഉണ്ടാകും, ഞാൻ വീഡിയോന്റെ ഏറ്റവും അവസാനം പറയാം. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഈ കേസിൽ ഇപ്പൊ വന്ന് നിൽക്കുന്ന വഴിത്തിരിവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലീസ് കണ്ടുപിടിച്ചു ഏകദേശം 69 ലക്ഷം രൂപയോളം രൂപ ഈ പറയുന്ന OYOC എന്ന് പറയുന്ന കമ്പനിയിൽ ഓസിയുടെ സ്റ്റാഫായിട്ട് ദിയയുടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്ന 3 പെൺകുട്ടികളെ കട്ടെടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഇവരുടെ ബാങ്കിൽ ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട് എന്നൊരു സംഗതിയാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിപ്പിച്ചു. പക്ഷെ ഇവര് വന്നില്ല. 2 തവണ ഇവര് വന്നില്ല. ഒരാളുടെ എന്തോ മൊഴി എടുക്കാൻ പറ്റിയെന്ന് പറയുന്നു, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഇവർ പുറത്ത് വിട്ടിട്ടുമില്ല. എന്നാൽ 3ാമത്തെ തവണ പോലീസ് ചെയ്തതിന് സ്ത്രീകളെ മൊഴി എടുക്കാനായിട്ട് അങ്ങോട്ട് പോകണമെന്നൊരു നിയമം ഉണ്ട് അത്രേ. അപ്പൊ ആ നിയമം പാലിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു, അവരെ കണ്ടില്ല. അപ്പൊ പോലീസ് എന്ത് ചെയ്തു? മാന്യനായ പോലീസ് അവർ തിരിച്ചു വരുന്നവരെ കാത്തിരുന്നു. അവരുടെ ബന്ധുക്കൾ പറഞ്ഞു അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണെന്ന്. ഓൾമോസ്റ്റ് പോലീസ് ചെല്ലുമ്പോ ഒക്കെ, അതായത് മോർണിംഗ് ടു ഈവനിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോകുന്നത്, അങ്ങനെയാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ഇവര് വന്നില്ല. ഇപ്പൊ ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വെയിറ്റ് ചെയ്ത് ക്ഷീണിച്ച് അവസാനം വേറെ വഴിയില്ലാതെ പോലീസ് തിരിച്ചു പോകുന്നു. എന്താ ചെയ്യാല്ലേ? പവർ ഇല്ലാത്ത പോലീസ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുമല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ അതാണ് ഞാനിപ്പോ ഇവിടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഒരു സംഗതി, ദിയയുടെ സ്ഥാപനത്തില് ഇങ്ങനൊരു തട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് ആദ്യമായിട്ട് മൂവ് ചെയ്യുന്നത്. ആദ്യമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ACPയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട പരാതി ദിയയുടെ കടയിൽ നിന്നും സ്റ്റാഫുകൾ പണം മോഷ്ടിച്ചു എന്നുള്ള സംഗതിയാണ്. എന്നാൽ ആ കേസ് ഒന്ന് തുറന്നു പോലും നോക്കാതെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് അന്വേഷിക്കാം എന്ന് പറഞ്ഞൊരു മറുപടി നൽകി കൃഷ്ണകുമാറിന്റെയും കുടുംബത്തെയും പോലീസ് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഈ പെൺകുട്ടികൾ കൊടുത്ത ആ കേസാണ് വാർത്തയായതും ആ കേസാണ് ആഘോഷിക്കപ്പെട്ടതും ഈ പെൺകുട്ടികളുടെ മൊഴിയാണ് ചാനലുകളിൽ മൊത്തം വന്നതും പിന്നീട് അങ്ങോട്ട് നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നിയ സംശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ സാധാരണ പോലീസ് ചെയ്യേണ്ട ജോലി എന്താണ്? ഇതിൽ എന്തൊക്കെയാണ് റെലവന്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് നോക്കും. ഇപ്പൊ നമുക്കറിയാം കൃഷ്ണകുമാറും കുടുംബവും കൊണ്ട് ഒരു പരാതി എഴുതിക്കൊണ്ട് പോകല്ലേ, ചുമ്മാ പറയുമല്ല ചെയ്തത് അല്ലേ. അവര് മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ എത്ര വ്യക്തമായിട്ടുള്ള തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകൾ തന്നെ അവർ പുറത്തുവിട്ടത്. അപ്പൊ അത് പോലീസിന് ആക്സെപ്റ്റബിൾ അല്ലേ? അവര് അതുകൊണ്ടാണല്ലോ അവര് പോലീസ് സ്റ്റേഷനിൽ അത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളത് അവർ പറഞ്ഞതുമാണ്. എന്തുകൊണ്ട് നോക്കിയില്ല? അതും എവിടെയാണ് കൊടുത്തത്? സാധാരണ ഒരു SI എടുത്തോ CI എടുത്തോ റൈറ്റർ എടുത്തോ ഒന്നുമല്ല, അസിസ്റ്റന്റ് കമ്മീഷണറുടെ കയ്യിലാണ് ഈ പരാതി വിത്ത് എവിഡൻസ് സമർപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി? ഒരു നടപടി ഉണ്ടായില്ല. നിങ്ങൾക്ക് സംശയം തോന്നില്ലേ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? ആ കാര്യത്തിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം വന്നത് ഒരു കൗണ്ടർ കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം മ്യൂസിയം പോലീസിന് ഉണ്ടാവില്ലായിരുന്നോ? എന്താ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിയമം പിടിച്ച പോലീസിന് ഇതറിയില്ല? അറിയില്ലാത്തതല്ല എന്നതല്ലേ സംശയിക്കേണ്ടത്. രണ്ടാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പെൺകുട്ടികൾ ഇപ്പൊ മുങ്ങി എന്നാണല്ലോ ഇവർ പറയുന്നത്. ഈ പെൺകുട്ടികളെ ഇപ്പൊ കാണാനില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പൊ മുങ്ങി എന്ന് ചെറുതായിട്ടൊരു സംശയം ഉണ്ട് എന്ന നിലയിലൊക്കെയാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട് അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിച്ചു, ചെക്ക് ഒപ്പിട്ട് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത പരാതി ഉണ്ടല്ലോ. ആ പരാതി കൊടുക്കുന്ന സമയത്ത് എത്ര നേരം ഈ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു? അവർ തന്നെ പറയുന്നുണ്ട് രാത്രി വളരെ വൈകുന്നിടം വരെ ഇവരെ പിടിച്ചു നിർത്തി, അതിനുശേഷമാണ് ഈ പരാതി എഴുതി മേടിച്ചിട്ട് ഇവരെ വിട്ടതെന്ന് പറയുന്നു. കൗണ്ടർ കേസിന് ഇത്രയധികം സമയമെടുത്ത പോലീസ് എന്തുകൊണ്ട് ഈ 2 കേസുകളും വെച്ച് അനലൈസ് ചെയ്ത് ഇവരെ അവിടെ ബ്ലോക്ക് ചെയ്തില്ല? അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇനി പ്രധാനമന്ത്രിയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്നോ ഒക്കെ ഇനി പുതിയ അപേക്ഷകൾ വരണോ? അല്ലെന്നുണ്ടെങ്കിൽ അപ്രൂവൽ വരണോ? എന്തുകൊണ്ട് നടപടി എടുക്കാതെ അവരെ അപ്പോൾ വിട്ടു? സംശയം തോന്നില്ലേ? തോന്നുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ചോദിക്കാനുള്ള കാര്യം,
ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഈ 69 ലക്ഷം രൂപ കട്ട് അത് ഡിജിറ്റലിയാണ്, അതായത് അക്കൗണ്ടിൽ വന്ന മണിയാണ്. എന്നാൽ ദിയയും ഫാമിലിയും പറയുന്നുണ്ട് അതിൽ കൂടുതൽ ക്യാഷ് ആയിട്ട് കട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കുറെ എമൗണ്ട് ഇവരുടെ കയ്യിലുണ്ട് അല്ലെ, 69 ലക്ഷം അക്കൗണ്ടിൽ തന്നെ ഉണ്ട്. ഈ അക്കൗണ്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താണ് നടപടി? ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് പറ്റില്ലേ? ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അതോറിറ്റികൾക്ക്, ബന്ധപ്പെട്ട അധികൃതർക്ക് അത് ഫ്രീസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ചെയ്യാമല്ലോ. എന്റെ അക്കൗണ്ടിലേക്ക് എവിടെന്നെങ്കിലും ഒരു കാശ് വരുവാണ്, ആ കാശ് വന്ന അക്കൗണ്ട് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഫ്രോഡിൽ പ്രതിയാണെങ്കിൽ പോലും എന്റെ അക്കൗണ്ട് ഫ്രീസ് ആവുന്ന കാലമാണ്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ആണോ? എന്താണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും പുറത്തു വരാത്തത്? കയ്യിൽ കാശുണ്ടെങ്കിൽ ഏത് അന്റാർട്ടിക്കയിലും പോയി രക്ഷപ്പെടാൻ ഏത് കള്ളനും പറ്റും. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്ദേശം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുക. എന്റെ ബലമായ ഊഹം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണ്. കാരണം ഈ സംഭവം നടക്കുന്നതിന് കുറച്ചു മുൻപാണ് നിലമ്പൂർ ഇലക്ഷനുമായിട്ട് നടന്ന മാമാങ്കത്തിന്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടാകുന്നത്. ഷോക്കേറ്റ അനന്തു എന്ന 17 വയസ്സുകാരന്റെ മരണം. കാര്യങ്ങൾ ഭരണകക്ഷിക്ക് എതിരെ തിരിയുന്നു, UDF സമരം ചെയ്യുന്നു, വയനാട് ഇതൊരു സ്ഥിര സംഭവമാണെന്ന് പറയുന്നു. M സ്വരാജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയെ പൊക്കിക്കൊണ്ടുവന്ന് ഭയങ്കര ഷൈനിങ് ആയിട്ട് ഇവർ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് ലാസ്റ്റ് ഇവർക്കിട്ട് തന്നെ പണി കിട്ടുന്ന ഒരു സ്ഥിതിയായി. ഇടതുപക്ഷത്തിന്റെ മുഖം രക്ഷിക്കാൻ എപ്പോഴും ആരെങ്കിലും ഒക്കെ ബലിയാടാവുന്നത് പതിവാണ്. പാമ്പ് ചത്ത വാർത്ത പരുന്ത് ചാവുന്നത് വരെ എന്ന് പറയുന്ന ഒരു അടവാണ് എപ്പോഴും അവരെടുക്കാറ്. എന്ത് പ്രശ്നത്തിന് അവർക്ക് ഒരു വീഴ്ച വന്നാലും വേറെ ഏതെങ്കിലും പ്രശ്നം കൊണ്ട് ബാലൻസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് ആ പ്രശ്നത്തെ ബാലൻസ് ചെയ്യാൻ അവർക്ക് കയ്യിൽ കിട്ടിയ ഒരു ആയുധമാണ് ഈ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള വ്യാജ കേസ്. കൃഷ്ണകുമാർ കേസുമായിട്ട് വന്നപ്പോൾ അതിൽ നടപടിയെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയും കൗണ്ടർ കേസ് കൊടുത്ത് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്ന പെൺകുട്ടികളുടെ മുന്നത്തെ വീഡിയോ നമ്മൾ കണ്ടതാണ്. അവർക്ക് ഈ ധൈര്യം ഉണ്ടായിരുന്നില്ല, വാക്കുകളിൽ ഇത്ര ഉറപ്പുണ്ടായിരുന്നില്ല, ഇത്ര ചങ്കൂറ്റം ഉണ്ടായിരുന്നില്ല, കാണാൻ പോലും ഇങ്ങനെയായിരുന്നില്ല, ലുക്ക് തന്നെ വേറെ ആയിരുന്നു. അടിമുടി മാറി ഒരു ഇരുട്ടി നേരം വെളുത്തപ്പത്തേക്ക് ഈ 3 പെൺകുട്ടികള് ജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ഇജാതി നാടകം കളിച്ചിട്ടുണ്ടെങ്കിൽ പുറകിൽ നിന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു ഡയറക്ടർ ഉണ്ടാവുമല്ലോ. ആ ഡയറക്ടർ അഡ്വക്കേറ്റ് ആണെങ്കിൽ ആ അഡ്വക്കേറ്റിന് പേയ്മെന്റ് കൊടുക്കുന്ന ആരാ? അല്ലെങ്കിൽ ആ അഡ്വക്കേറ്റിനെ പൊക്കിക്കൊണ്ടുവന്ന ബുദ്ധി അറിയാം? ഇവർക്ക് 3 പേർക്കും ബുദ്ധി ഇല്ലെന്നുള്ള കാര്യം 100% ഉറപ്പാ. ബുദ്ധിയുള്ള ഏതെങ്കിലും കള്ളൻ QR കോഡ് വഴി കക്കുവോ? അതായത് റെക്കോർഡ് അവശേഷിപ്പിച്ച് കക്കുന്ന ഒരുത്തന് കക്കാൻ അറിയാൻ നിൽക്കാൻ അറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. അവര് ഈ ഫോണിൽ വിളിച്ചിട്ട് ദിയ തെറി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനമധ്യത്തിലേക്ക് അവരിട്ട് കൊടുത്ത ഒരു വീഡിയോ അവർക്ക് തന്നെ എന്ത് വലിയ പാരയായിരുന്നു. കാരണം ആ വീഡിയോയിൽ അവർ സമ്മതിക്കുന്നുണ്ട് 50,000 രൂപ വെച്ച് ഞങ്ങൾ വീതിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ബുദ്ധിയില്ല. അവരൊട്ടാക്കിയ തെളിവെന്ന് തന്നെ അവർ പെടുന്ന രീതിയിൽ പണി വരുന്നത് അവർക്ക് ഈ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. ഇതൊന്നും മുന്നോട്ട് കാണാം, മുന്നോട്ട് എന്താ സംഭവിക്കുക നമ്മൾ ഇങ്ങനെ ചെയ്താ, അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാത്ത ഇവരെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഉളുപ്പില്ലാതെ ജാതി പറഞ്ഞാക്ഷേപിച്ചു. ജാതി, ആ കുട്ടിയുടെ വളകാപ്പ് ഫംഗ്ഷനൊക്കെ ഇവരെ കൊണ്ട് മറ്റേ ആരതി എടുപ്പിക്കുന്നു, വള ഇടിപ്പിക്കുന്നു, ജാതി നോക്കുന്നവര് ചെയ്യുന്ന ഇതൊക്കെ. ആ തെളിവുകളൊക്കെ ആ കൊച്ചിന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. എത്ര വിശ്വസിച്ചുണ്ടാവും ആ കൊച്ച്. ആ വീഡിയോ തുടങ്ങുമ്പോ തന്നെ ദിയ പരിചയപ്പെടുന്നതിന്റെ ഓബയോസിലെ പിള്ളേരാ എന്ന് പറഞ്ഞിട്ടാണ്. ആ പെൺകുട്ടിക്കാണ് ജാതിയുമായിട്ട് വിഭാഗീയത ഉണ്ടെന്ന് ഈ 3 എണ്ണം പച്ച നുണയായിട്ട് ഒരു ഉളുപ്പില്ലാതെ ആളുകളുടെ മുന്നിൽ ഒന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് എന്താ പറഞ്ഞത്? കൃഷ്ണകുമാർ എന്ന വ്യക്തി മാനഭംഗപ്പെടുത്തു എന്ന് പറഞ്ഞത്രേ. അതുപോലെ എന്താ അശ്ലീല ചുവയോടെ സംസാരിച്ചു, ഉടുപ്പി പിടിച്ചു വലിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയായിരുന്ന ഭാഗ്യം. അതും കൂടെ ഇനി പറയാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞേനെ. ആരും ഇല്ലാത്ത ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞേനെ. അത്ര ഉളുപ്പില്ലാതെ കൊണ്ടുവരണമെങ്കിൽ ഏതോ കമ്മി ബുദ്ധി ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം എന്താണെന്നറിയാമോ? ഏതൊക്കെ കെട്ടിച്ചമച്ച പെണ്ണ് കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ പുറകിലൊക്കെ ഒരു കമ്മി ബുദ്ധിയുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? കുമാരവിള സാറിന്റെ പഴയ അടവ്, നല്ല ചെറുപ്പക്കാരെ അങ്ങ് നശിപ്പിച്ച് അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിക്കുക, സ്ഥിരം അടവാ. ആ സന്ദേശം ഇറങ്ങിയ സിനിമ ഏത് കാലഘട്ടം? അന്ന് അവിടെ നിന്ന് ഇവിടം വരെ ഒരു മാറ്റം അവർക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിലമ്പൂരിലെ ആ ഒരു കോലാഹലം ഒഴിവാക്കി തൽക്കാലം ഈ കേസിൽ കൃഷ്ണകുമാറിന്റെ പേരിൽ കൊണ്ടുവന്നിട്ട് അതൊരു ചർച്ചയാക്കി BJP മോശമാണെന്ന് വരുത്തി തീർത്ത് കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ അങ്ങോട്ട് സ്പ്ലിറ്റ് ആവുന്നത് കുറയ്ക്കാം, അനന്തുവിന്റെ മരണം ചർച്ചയാവുന്നത് ഒഴിവാക്കാം, വയനാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ചയാവുന്നത് ഒഴിവാക്കാം. ഇതിനൊക്കെ വേണ്ടി ഒരു കൗണ്ടർ കേസ് ഇവരെ കൊണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് പൊടിപ്പിച്ചതാണെന്ന് ഞാൻ പറയും. അതിന്റെ ബുദ്ധി ആരാണെന്ന് അറിയില്ല, ആരായാലും ഇത് ചെയ്യിപ്പിച്ചതാണ്. പോലീസ് ഇതിന് കൂട്ടുനിൽക്കണമെങ്കിൽ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം കയ്യിലുള്ള ഒരു കൂട്ടറുടെ സപ്പോർട്ട് ഇല്ലാതെ പോലീസ് ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് പോലീസുകാരനും അവരവരുടെ ജോലിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്, ശരിയല്ലേ? ആ ജോലി പോകില്ല, അല്ലെങ്കിൽ അത് അഷ്യൂർ ചെയ്യുന്ന ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കീഴ്പ്പെട്ടു പോകൂ. അപ്പൊ അങ്ങനെ ഒരു പവർ ഇവിടെ ഉണ്ടേ. അതുകൊണ്ടല്ലേ ഈ പെൺകുട്ടികളെ, അതായത് എല്ലാം സംബന്ധിച്ച് ചെക്ക് ഒപ്പിട്ട് കൊടുത്ത് എല്ലാം തീർത്ത പെൺകുട്ടികളെ എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകിയിട്ടായിരിക്കണം ഇതുപോലെ പൊക്കിക്കൊണ്ട് വന്നിരിക്കും. ഒന്നെങ്കിൽ ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരാം, അല്ലെന്നുണ്ടെങ്കിൽ പൈസ തരാം. രണ്ടിലേതോ ഒരു വാഗ്ദാനം നൽകി കൊണ്ടുവന്നത്. എന്നാൽ കള്ളമെല്ലാം പടലം പൊളിഞ്ഞു. 24 വർഷത്തേക്ക് അകത്തിടാവുന്ന തരത്തില് കേസ് ഇട്ട് ഇത് നോക്കണം. ഈ പറയുന്ന വകുപ്പുകളൊക്കെ എഴുതി വെക്കുന്ന പോലീസുകാരാണ്. അല്ലാണ്ട് നമ്മൾ പരാതി കൊടുക്കുമ്പോൾ ഞാനിപ്പോ പോയിട്ട് പറയാം സാറേ ഇന്നൊക്കെ ചെയ്തു അതുകൊണ്ട് ഇന്ന വകുപ്പ് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്കുറയും. അവരെ തീരുമാനിക്കുന്ന വകുപ്പ് ഇടുന്നത് എന്താന്ന്. അങ്ങനെയാണ് ഇവിടെ. അപ്പൊ കൃഷ്ണകുമാറിനെതിരെ ഈ ഒരു വകുപ്പ് ഈ കൗണ്ടർ കേസിൽ, ഏത് കുഞ്ഞിനും മനസ്സിലാവുന്ന കൗണ്ടർ കേസിൽ ഇവരിട്ടു.
കൾപ്രിറ്റ്സിനെ ഈസി ആയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചു. അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് ഇഷ്ടത്തിന് വായി തോന്നിയ പറയാൻ അനുവദിച്ചു. ഇപ്പോ അവർ ഒളിവിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒളിവിൽ ഇരിക്കാനും അനുവദിക്കുന്നു. പി ദിവ്യയുടെ കാര്യത്തിൽ എന്തായിരുന്നു? ഈ പി ഒളിവില. സിദ്ധാർത്ഥന്റെ കേസിലെ പ്രതികൾ ഒളിവിലിരുന്നുകൊണ്ട് ഒപ്പുവരിട്ടു. അപ്പൊ ഇവരുടെ ഒളിവെന്താ? ഇവരുടെ പെണ്ണുകേസ് എന്താ? ഇവരുടെ അടവെന്താ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സ്ഥിരമായിട്ട് ഇവരെടുക്കുന്ന പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ അവര് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഉദ്ദേശം ഈ പെൺകുട്ടികളെ ഉദ്ധരിച്ച് കൊണ്ടുവരലോ അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രിവിലേജ് കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ഇത് നേരെ തിരിഞ്ഞു. ഇവരുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാശമായി പോയി. ഈ മാപ്രകൾ എന്ന് പറയുന്ന മെയിൻ സ്ട്രീം, ഞാൻ മാപ്രകൾ അവരാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച് മാധ്യമ പ്രവർത്തകരാണെന്നും പറഞ്ഞ് വന്നിരുന്നിട്ടുണ്ടല്ലോ. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട കാര്യങ്ങൾ അവർ ചോദിക്കണ്ടോ? ആളുകൾക്ക് കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഈ പെണ്ണുങ്ങളിൽ ഒരാള് അതിന്റെ ബ്രദർ 1.5 ലക്ഷം രൂപ വീതം മാസം പുറത്തുനിന്ന് അയക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരാൾക്ക് ചോദിക്കാൻ തോന്നിയില്ല, ചേട്ടൻ എന്താ ജോലിന്ന് പുറത്ത്. നിങ്ങൾ സത്യം പറഞ്ഞാ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം നല്ല രീതിക്ക് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിന്ന് ആ 3 പെണ്ണുങ്ങളുടെ കള്ളത്തരം നിങ്ങൾക്ക് ആ നിമിഷം പൊളിക്കാമായിരുന്നു. ഞാനെടുത്ത് അത് റോസ്റ്റ് ചെയ്തല്ലോ. ഏത് കുഞ്ഞിന് മനസ്സിലാവുന്ന ഒരു സാധനമായിരുന്നു. അവർ പറയുന്നത് നുണയാണ് എന്നൊരു കാര്യം. എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു, ഉത്തരം മുട്ടിക്കാമായിരുന്നു. നിങ്ങൾ ഒന്നും ചോദിച്ചില്ല. പകരം അവര് ദിയയെ കുറിച്ചും കൃഷ്ണകുമാറിനെ കുറിച്ചും പറഞ്ഞ അധിക്ഷേപങ്ങൾ ഒപ്പിയെടുക്കാനായിരുന്നു നിങ്ങൾക്ക് തിടുക്കം. എന്തുകൊണ്ട്? ആരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചിട്ട്? ആര് പറഞ്ഞിട്ട്? ഇതാണ് അറിയേണ്ടത്. സത്യത്തിൽ ഇവിടെ കളിക്കാൻ നോക്കിയ കളി ഇതാണ്. പക്ഷെ ചീറ്റിപ്പോയി. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കും ഇതേ ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടോ ഈ കാര്യത്തിൽ? നമ്മളിതൊക്കെ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അകത്ത് പോയി പുറത്തിറങ്ങും. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ വേടന് ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം, കേസില്ല. തിരിച്ച് പുറത്തിറങ്ങി വന്നതിന് ശേഷം കഞ്ചാവ് കേസിനകത്ത് പോവാ, അപ്പോഴും കേസില്ല. തിരിച്ച് പുറത്തിറങ്ങി വരുമ്പോ ഇരട്ടി പ്രതിഫലത്തിന് സ്റ്റേജ് ഷോ ചെയ്യാം, പോപ്പുലറായി. വിനായകനെ തുണിമൊക്കി കാണിക്കാം ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിലുള്ള ആളെ, കേസില്ല. പോക്സോ കേസ് പ്രതിനെ സ്കൂളിന്റെ പ്രവേശനോത്സവത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാം, കേസില്ല. അങ്ങനെ 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 കൊളരായ കാണിക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന കറക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇവിടെ നീതിന്യായം ഉണ്ട്. അവരുടേതായിട്ടുള്ള നീതി, മനസ്സിലായില്ലേ? അങ്ങനത്തെ ആൾക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ സത്യസന്ധരായ ആളുകൾക്കൊന്നും അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞ കേസാണ്. ജാതി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ള കേസ് എടുക്കും, ഇരവാദം പറഞ്ഞ കേസ് എടുക്കും, പെണ്ണായോണ്ട് പീഡിപ്പിക്കാൻ നോക്കി എന്ന് പറഞ്ഞ കേസ് എടുക്കും. ഇതൊക്കെ ഇങ്ങനെയാണ് ഈ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, നീതി കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ വഴിയില്ലാന്നറിയാം, കോടതി വഴിയെങ്കിലും അത് ലഭിക്കണം എന്നാണ് പറയുന്നത്. ലഭ്യമായ തെളിവുകൾ വെച്ച് ഇവർക്ക് മോഷണ കുറ്റത്തിന് മാത്രമല്ല ഇവർക്കെതിരെ കേസ് എടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിനും കള്ളക്കേസ് കൊടുത്തതിന് നന്നായിട്ട് കേസ് കൊടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ആകെ ഒരു ആൺതരി എന്ന് പറയുന്ന അവരുടെ അച്ഛനായി പോയോണ്ട് അയാളുടെ പേരിൽ ഒരു കേസ് കൊടുക്കുക. സ്ത്രീ എന്ന ആ ഒരു കാര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീപക്ഷ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുക. അതേപോലെ തന്നെ ജാതീയമായിട്ട് താങ്കൾ മുക്കുവരാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്ത് അതിനെ ദുരുപയോഗം ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്താണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ സ്ലോഗൻ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ്. എന്ന് കരുതി 1000 കുറ്റവാളികൾ അങ്ങ് രക്ഷപ്പെട്ട് പോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം. ആ 1000ൽ എന്തായാലും ഈ 3 എണ്ണം വേണ്ട. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും നിയമത്തിലും നീതിയിലും വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പോഴേ ഇവിടുത്തെ സർക്കാരിലും ഇതുപോലത്തെ കള്ള രാഷ്ട്രീയ കളികളിലും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞു. എവിടെ എന്ത് ഇലക്ഷൻ നടന്നാലും ഒരു കുഴപ്പമില്ല, പണ്ടാർ എങ്ങനെയും തീരട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് വളരെ 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 അപകടമാണ്. കാരണം സിസ്റ്റം വഴി നീതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ ഓരോരുത്തരും അതിനുവേണ്ടി തെരുവിലിറങ്ങും. പൗരന്മാരായിട്ടുള്ള ഓരോ വ്യക്തികൾ തെരുവിലിറങ്ങിയാൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ മൊത്തത്തിൽ കറക്റ്റഡ് ആവും. പോലീസ് ആയിക്കോട്ടെ, ഈ പറയുന്ന ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീലങ്കയിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ആ രീതിയിലേക്ക് ഈ പറയുന്ന നമ്മുടെ കേരളത്തെ കൊണ്ടുപോയി എത്തിക്കാതിരിക്കേണ്ടത് ഇവിടെയുള്ള ഓരോ പൗരന്റെയും കടമയാണ്. നോക്കൂ, നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റായി വോട്ട് ചെയ്താൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാട് നശിപ്പിക്കുന്നതിന് ഉത്തരവാദി. ആ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ പിടിക്കുക. ഇപ്പൊ ദിയയുടെ ഫാദർ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി നല്ല രീതിയിൽ സഹായം ചെയ്തു, ഭയങ്കര വാം വെൽക്കമിംഗ് ആയിരുന്നു, പി ശശി ഭയങ്കര വെൽക്കമിംഗ് ആയിരുന്നു, അദ്ദേഹം നേരത്തെ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നടന്ന സംഭവം എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല കാര്യം, വളരെ നല്ല കാര്യം. സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റിയാൽ അത്രയും നല്ല കാര്യം. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ എത്തുന്നതൊക്കെ ലോകത്തിലെ എല്ലാ ലോകാധിപതികൾക്കും ഉള്ളൊരു സംഗതിയാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു നല്ലത് ചെയ്തപ്പോൾ അതിനെ പൊക്കി പറഞ്ഞായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയല്ലേ എന്താ പറയാ മോഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിച്ച് ഒരു ദളിതയായ ഒരു സ്ത്രീ, ചേച്ചിയുടെ പേര് ബിന്ദു എന്നാണ്, അവര് പി ശശിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു അനുഭവം? സാധാരണക്കാരോട് നിങ്ങൾക്ക് യാതൊരു മാറ്റമില്ലാത്ത അനുഭവങ്ങൾ തന്നെയാണ്. അത് പിന്നെ ചർച്ചയായോ? ഈ മാധ്യമങ്ങൾ ചർച്ചയാക്കിയോ പി ശശിയുടെ പെരുമാറ്റം? ഇല്ലല്ലോ, അവരത് മുക്കി. അവർക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതും ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യം അതാണ്. ഇടതുപക്ഷത്തിനെ വെള്ളപൂശി മാത്രമാണ് അവരിപ്പോൾ വാർത്ത ചെയ്യുന്നത്. ആ ബിന്ദു ചേച്ചിയുടെ കേസ് തന്നെ എടുക്കൂ. അവരോട് അത്രയും മോശമായിട്ട് കണ്ടാൽ അറിയാൻ നിന്നെ കക്കുന്നത്, അതുപോലെ ബാത്റൂമിൽ പോയി വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ പോലീസുകാർക്ക് എന്താണ് ശിക്ഷ കിട്ടിയത്? സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നമ്മൾ വന്നിരുന്നു. അത് കഴിഞ്ഞ അവരുടെ കാര്യം എന്തായി? ആ ന്യൂസിന്റെ ബാക്കി എന്തായി?
അത് മാത്രമല്ല ആ കള്ളക്കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ എന്ത് നടപടിയെടുത്തു? അതിന്റെ എന്ത് സത്യാവസ്ഥ പുറത്തു വന്നു? ഒന്നും തന്നെ വന്നില്ല. അപ്പൊ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഉദ്ദേശിച്ച രീതിയിൽ അവർ ഉദ്ദേശിച്ചു പ്രബുദ്ധ കേരളത്തിൽ വേടനെ കൊണ്ടും മറ്റു കുറെ ആളുകളെ കൊണ്ടും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ എന്തിനും ഏതിനും ആളുകളുടെ സ്വഭാവം നോക്കാതെ കൈയടിച്ചോളൂ. ഞങ്ങളെ ചോറ് തന്നെയാണ് തിന്നുന്നത്, അതുകൊണ്ട് കൈയടിക്കാൻ സൗകര്യമില്ലത് പറഞ്ഞതും ഇപ്പൊ വേറെ വഴിയില്ലാതെ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് ഞങ്ങൾ അവരെ അകത്താക്കും. 2 ദിവസം കൂടി ഇനി സമയം വേണം, മറ്റത് വേണം മറിച്ച് വേണം, കൈ കിട്ടിയ പ്രതിനെ വിട്ടിട്ട്. ഇനി ഒരു പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 3 പെണ്ണുങ്ങളുടെ കയ്യിൽ ഇത്രയും കാശുണ്ടെന്നല്ലാതെ വേറെ എന്ത് പിൻബലമാണ് ഇവർക്കുള്ളത്? ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെന്ന് ഇവര് തന്നെ പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഇവിടെ എന്ന് ഇവര് പറയുന്നുണ്ട്. BJP-യുടെ കളി ഇവിടെ നടക്കില്ല എന്ന് ഇവര് പറയുന്നുണ്ട്. ഇതൊക്കെ അവർ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ പുറകിൽ ആരാണുള്ളത് എന്നുള്ളത് വ്യക്തമാണല്ലോ. ഇവരെവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഇവർക്ക് എങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റി? ഈ കേരള പോലീസിന് തപ്പിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് എങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റി? കൂടുതൽ ഇനി നമ്മൾ പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഇതേപോലത്തുള്ള സംശയങ്ങളും കാര്യങ്ങളും ഈ ന്യൂസുമായിട്ട് ഉണ്ടാവില്ലേ? അതും നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. സംശയം തോന്നാൻ എന്താണ് കാരണം? തൊപ്പി എന്ന് പറയുന്ന ഒരു വ്ളോഗർ പബ്ലിക്കായിട്ട് തെറി പറയുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ കേരള പോലീസ് അതിനെ പിടിച്ചേ? വാതിൽ ചവിട്ടി പൊളിച്ച് ഒരു ബറ്റാലിയൻ പോലീസുകാരെ അകത്ത് കയറി അതിനെ പൊക്കിക്കൊണ്ട് പോകുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. ചെകുത്താന്റെ കേസിൽ അയാൾ പറയുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മോഹൻലാലിനെതിരെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് കൊടുത്തൊരു പരാതി അയാളെ എങ്ങനെയാ പൊക്കി കൊണ്ടുപോയത്? ബാലയുടെ കേസിൽ അയാളെ എങ്ങനെ കൊണ്ടുപോയത്? ഈ 2 കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്താണ്? പൈസയും പിൻബലവും അതുപോലെ തന്നെ സ്വാധീനവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം അവരുടെ കൂടെ വന്നിട്ടാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ മാക്സിമം ഉപദ്രവിക്കുക. അത് ആരാണെങ്കിൽ തന്നെ. ഇവിടെ കൃഷ്ണകുമാർ ഓപ്പോസിറ്റ് നിന്നിട്ട് അതിനും ഓപ്പോസിറ്റ് ആയിട്ട് 3 പെണ്ണുങ്ങൾ, അത് ഈ പറഞ്ഞ യാതൊരു പ്രിവിലേജും ഇല്ലാത്ത 3 പെണ്ണുങ്ങൾ നിൽക്കണമെങ്കിൽ അത് ഒറ്റക്കായിരിക്കില്ല എന്നത് ഊഹിക്കാനായിട്ട് ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധി മതിയല്ലോ. മതി, ചോറ് തിന്നുന്ന മനുഷ്യന്റെ ബുദ്ധി മതി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ അവർ ഒറ്റക്കല്ല, അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്, ഇനിയും സംരക്ഷിക്കുന്നത് ഈ പറയുന്ന ഭരണപക്ഷം തന്നെയാണ്. ഒരു മേന്മയും പറയാനില്ല. സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉയരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് മഹോന്നതനാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ മാത്രമേ നീതി കിട്ടൂ എന്നാണെങ്കിൽ ദയവേത് അദ്ദേഹത്തിനോട് ഈ റോഡിൽ ഒരു കസേര ഇട്ടിരിക്കാൻ പറയണം. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, ഞങ്ങളെ അങ്ങോട്ടൊന്നും കയറ്റി വിടില്ലല്ലോ, ഇവിടെ ഇരുന്ന റോട്ടിലാണ് ഞങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറയണം. അല്ലെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ഓർഡർ സാധാരണ പോലെ പോലീസ് സ്റ്റേഷൻ വഴി നടപ്പാക്കണമെന്നേ, അതല്ല മുഖ്യമന്ത്രിയിലേക്കേ നടക്കൂ എന്ന രീതിയിൽ കേരളത്തെ വളച്ചു കെട്ടി കൊണ്ടുപോകുന്നത്, ഒരു പോലീസ് സേന മുഴുവൻ ഇങ്ങനെ എടുത്തു വെക്കുന്നത് അത്ര ശരിയല്ല. ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ട് വരാനുണ്ട്. ഇത് തീർന്നിട്ടില്ല, അങ്ങനെ അങ്ങ് തീർക്കുകയും വേണ്ട. അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സംഭാവനകളുടെ കാര്യം മറക്കണ്ട. മോണിറ്റൈസേഷൻ തിരികെ വരുന്നത് വരെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടി നിങ്ങൾക്കുണ്ട്. 1000 രൂപയിൽ താഴെ വരുന്ന പാക്കേജസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയും എന്റെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.